നമ്മൾ ഈ ലെസൻ്റെ മിക്കവാറും എല്ലാ പോർഷനും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് വളരെ ചെറിയൊരു ലെസൺ ആണെന്ന്. ഈ ലെസൺ കഴിഞ്ഞു. ഇതിൽ ഇത്രയൊക്കെയാണ് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ഫസ്റ്റ് ലെസൺ. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കൂടി ടെക്സ്റ്റിലെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്ന്, വൈ ഈസ് റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ഫോർ ഓർഗാനിസംസ്? വൈ ഈസ് റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ഫോർ ഓർഗാനിസംസ്? ഓർഗാനിസംസിന് റീപ്രൊഡക്ഷൻ എസെൻഷ്യലാണ്, വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? എന്തിനായിരിക്കാം? നമുക്കറിയാം, ഒരു പെർപ്പച്വേഷൻ ഓഫ് എ സ്പീഷീസ് എന്ന് പറയും. ഒരു ജീവിക്ക് അതിൻ്റെ വംശം നിലനിർത്തുന്നതിന് അതാണ് അത്യാവശ്യം. വിച്ച് ഈസ് എ ബെറ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ ഓർ എസെക്ഷൽ? വൈ? ഒരു ബെറ്റർ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതായിരിക്കും? എസെക്ഷൽ ആയിരിക്കുമോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കുമോ? അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയാം. കാരണം ഹയർ ഓർഗാനിസംസ്, ഈ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം, ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള ഓർഗാനിസംസ് ഡോമിനേറ്റിംഗ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനാണ് വേരിയേഷൻ കൊണ്ടുവരുന്നത്. വേരിയേഷൻ എന്ന് പറയുമ്പോൾ വ്യതിയാനം അല്ലേ, വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. മാറുന്ന സാഹചര്യത്തിൽ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നത് ഈ വേരിയേഷൻസ് ഉള്ളതുകൊണ്ടാണ്. കാലം മാറുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നേച്ചർ മാറുന്നതിനനുസരിച്ച്, നേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവർക്കും മാറ്റം ഉണ്ടാകും. ഇവല്യൂഷൻ നടക്കും, പുതിയ ചേഞ്ചസോടുകൂടിയുള്ള ഓർഗാനിസംസ് ഉണ്ടാകും. സെക്ഷൽ റീപ്രൊഡക്ഷനാണ് എപ്പോഴും ചേഞ്ചസ് കൊണ്ടുവരുന്നത്, വേരിയേഷൻ കൊണ്ടുവരുന്നത്, ഇവല്യൂഷന് കാരണമാകുന്നത്. അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ ബെറ്റർ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന യങ് വൺസിന് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ ഉണ്ട്. അതും ഈ ഇപ്പോൾ പറഞ്ഞ ആൻസർ തന്നെയാണ്. എന്താണ്? വേരിയേഷൻ ഉള്ളതുകൊണ്ട് ചേഞ്ചിങ് എൻവയൺമെൻറ്റിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഹൗ ഡസ് ദ പ്രോജനി ഫോംഡ് ഫ്രം എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിഫർ ഫ്രം ദോസ് ഫോംഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ? എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായ ഓർഗാനിസംസും യങ് വൺസും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായ യങ് വൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായവർ ക്ലോൺ ആയിരിക്കും അല്ലേ? ക്ലോൺ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? എല്ലാവരും ഒരുപോലിരിക്കും, ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആയിരിക്കും. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കുഞ്ഞുങ്ങളും ഓരോ ടൈപ്പായിരിക്കും. ഓരോ ടൈപ്പ് മീൻസ് ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ഉള്ളവരായിരിക്കും. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറൻസ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാവുന്നതാണ്. വൈ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓൾസോ കൺസിഡേർഡ് ആസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വൈ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അറിയാം. ഗിവ് ടു സ്യൂട്ടബിൾ എക്സാമ്പിൾസ് അതും അറിയാം. ഡിഫൈൻ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസൻസ് ഫേസ് അറിയാലോ ഈ ക്വസ്റ്റ്യൻ. ഹയർ ഓർഗാനിസംസ് ഹാവ് റിസോർട്ടഡ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി. വൈ? നേരത്തെ നമ്മൾ പറഞ്ഞ ആൻസർ തന്നെയാണ്. വേരിയേഷൻ ഉള്ളതുകൊണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു ചേഞ്ചിങ് എൻവയൺമെൻറ്റിൽ. എക്സ്പ്ലെയിൻ വൈ മിയോസിസ് ആൻഡ് ഗെമിറ്റോജനസിസ് ആർ ഓൾവേസ് ഇൻ്റർലിങ്ക്ഡ്? എന്തുകൊണ്ടാണ് മിയോസിസും ഗെമിറ്റോജനസിസും എപ്പോഴും ഇൻ്റർലിങ്ക്ഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? വാട്ട് ഈസ് ഗെമിറ്റോജനസിസ്? ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആണ് ഗെമിറ്റോജനസിസ്. എവിടുന്ന് ആർക്കാണ് ഈ മിയോസിസ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എവിടുന്നാണ് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്? ഗാമറ്റിക് മദർ സെൽസിൽ നിന്ന്, മിയോസൈറ്റ്സിൽ നിന്ന് അല്ലേ? മിയോസൈറ്റ്സ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള മിയോസൈറ്റ്സിൽ നിന്ന് ആണ് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത് ബൈ മിയോസിസ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ മിയോസിസ് സംഭവിച്ചാൽ മാത്രമേ ഗെമിറ്റോജനസിസ് നടക്കുള്ളൂ. അതുകൊണ്ട് ദേ ആർ ഇന്റർലിങ്ക്ഡ്. ഗെമിറ്റോജനസിസ് ആൻഡ് മിയോസിസ് ആർ ഓൾവേസ് ഇന്റർലിങ്ക്ഡ് ബിക്കോസ് ഡിപ്ലോയിഡ് ഗാമറ്റിക് മദർ സെൽസ് അല്ലെങ്കിൽ മിയോസൈറ്റ്സിന് മിയോസിസ് നടന്നാൽ മാത്രമേ ഗമീറ്റ്സ് ഫോർമേഷൻ നടക്കുള്ളൂ, ഗെമിറ്റോജനസിസ് നടക്കുള്ളൂ. സോ ബോത്ത് ഓഫ് ദം ആർ ഇന്റർലിങ്ക്ഡ്. അടുത്തത്, ഐഡൻറ്റിഫൈ ഈച്ച് പാർട്ട് ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ്. തന്നിരിക്കുന്നതിൽ ഓരോ പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് റൈറ്റ് വെദർ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്.
ഹാപ്ലോയിഡിനെ നമ്മൾ N എന്ന് സൂചിപ്പിക്കും അല്ലേ, ഡിപ്ലോയിഡിനെ 2N എന്നും സൂചിപ്പിക്കും. ഈ തന്നിരിക്കുന്ന പാർട്സിൽ ഇവർ ഓരോരുത്തരും ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്ന് പറയുക. ഓവറി ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ, ആന്തർ ഹാപ്ലോയിഡ് ആയിരിക്കും, എഗ് ഹാപ്ലോയിഡ് ആയിരിക്കും, പോളൻ ഹാപ്ലോയിഡ് ആയിരിക്കും, മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും, ആന്തർ ഡിപ്ലോയിഡ് ആയിരിക്കും. ആന്തർ ഡിപ്ലോയിഡ്, എഗ് ഹാപ്ലോയിഡ്, പോളൻ ഹാപ്ലോയിഡ്, മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. ഓവറി ഡിപ്ലോയിഡ് ആയിരിക്കും. ഓവറിയുടെ അകത്ത് ഫോം ചെയ്യുന്ന എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആയിരിക്കും. എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആയിരിക്കും. അതിനകത്ത് ഫോം ചെയ്യുന്ന എഗ് ഹാപ്ലോയിഡ് ആയിരിക്കും. ആന്തർ ഡിപ്ലോയിഡ് ആണ്. അതിനകത്ത് ഫോം ചെയ്യുന്ന പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡ് ആയിരിക്കും. പോളൻ ഗ്രെയിനിൽ നിന്നാണ് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും. അതായത് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഇതിന് മൈറ്റോസിസ് നടക്കും. ഇറ്റ് അണ്ടർഗോ മൈറ്റോസിസ് നടന്നിട്ട് 2 മെയിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് രണ്ടും കൂടെ, അതായത് മെയിൽ ഗമീറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്താൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്. എംബ്രിയോ ഹാപ്ലോയിഡ് ആയിരിക്കോ ഡിപ്ലോയിഡ് ആയിരിക്കോ? എംബ്രിയോ ഡിപ്ലോയിഡ് ആയിരിക്കും. പെൻ കേട്ടിട്ടുണ്ടല്ലോ, പെൻ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അത് ഹാപ്ലോയിഡ് ആയിരിക്കോ ഡിപ്ലോയിഡ് ആയിരിക്കോ? ഇത് രണ്ടും ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആയിരിക്കും. 3N ആയിരിക്കും. 3N എൻഡോസ്പേം ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് പെൻ ട്രിപ്ലോയിഡ് ആണ് 3N. അതിൽ നിന്നുണ്ടാകുന്ന എൻഡോസ്പേമും 3N ആയിരിക്കും, ട്രിപ്ലോയിഡ് ആയിരിക്കും. വേറെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മെൻഷൻ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ സൂസ്പോർ ആൻഡ് എ സൈഗോട്ട്. സൂസ്പോർ എസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചറാണ്, ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ റിസൾട്ടായിട്ട് വരും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗെമറ്റോജനസിസ് ഫ്രം എംബ്രിയോജനസിസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഡിസ്ക്രൈബ് ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ, ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ചേഞ്ചസ്, അതിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചാണ്. ഓവ്യൂൾ അത് സീഡായിട്ട് മാറും. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ടിൻ്റെ കൂടെ ഫോം ചെയ്യുന്ന പെൻ എൻഡോസ്പേം ആയിട്ട് മാറും. ഇതെല്ലാം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആണ്. ഓക്കെ, പിന്നെ ഓവ്യൂളിൻ്റെ കവറിങ്സിനെ നമ്മൾ ഇൻറ്റഗ്മെൻറ്റ്സ് എന്ന് പറയുമല്ലോ. ഇൻറ്റഗ്മെൻറ്റ്സ്, ഓവ്യൂളിൻ്റെ കവറിങ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്മെൻറ്റ്സ് സീഡ് കോട്ടായിട്ട് മാറും. ഇത്രയുമാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ പേജസ് പുതിയ ടെക്സ്റ്റിൻ്റെ ആയിരിക്കും. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഉറപ്പായിട്ടും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നന്നായിട്ട് പഠിക്കാം. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ലെസണിലേക്കാണ് പോകുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫസ്റ്റ് ലെസൺ ഞാൻ അന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ലെസൺ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ലെസൺ പഠിക്കുമ്പം മനസ്സിലാകും എന്തുകൊണ്ടാണ് അത് ഇൻട്രൊഡക്ഷൻ ലെസൺ എന്ന് പറഞ്ഞതെന്ന്. ഈ ലെസൻ്റെ പേര് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഏതെങ്കിലും ഒരു 10 ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 10 ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പേരുകൾ ഒന്ന് എഴുതണം. നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതണം. ഒരു 10 ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പേര്. മലയാളം പേര് മാത്രം അറിയാവുന്നവർ അത് മാത്രം എഴുതുക. ഇംഗ്ലീഷ് പേരും കൂടെ അറിയാവുന്നവർ അതും കൂടി ചേർത്ത് എഴുതുക. 10 ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പേര് എഴുതുക. അവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
പുതിയ തൈച്ചെടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിത്തുകൾ വഴിയാണോ? അല്ലെങ്കിൽ അവർ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ വിത്തുകളില്ലേ? അവർ ഏത് രീതിയിലാണ് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഒരു മെത്തേഡും കൂടി എഴുതുക. സോ ഈ ലെസണിൽ ഞാൻ ആദ്യമായിട്ട് തരുന്ന വർക്കാണ് നിങ്ങൾക്ക് 10 ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പേരെഴുതുക, മലയാളം പേരും ഇംഗ്ലീഷ് പേരും എഴുതുക. അവർ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി സീഡ് വഴിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡ് വഴിയാണോ എന്ന് എഴുതുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ആ കുറേ എക്സാമ്പിൾസൊക്കെ. ഒബ്സർവേഷനിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കുക. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. നമ്മൾ എപ്പോഴും ഫ്ലവറിങ് പ്ലാന്റിന് ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് ഒരു ടിപ്പിക്കൽ ഫ്ലവറായിട്ട് എടുക്കുന്നത് സാധാരണയായിട്ട് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ വെർട്ടിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ്. അങ്ങനെ എന്ത് കാര്യത്തിനും ആദ്യം എടുക്കുന്നത് ഹിബിസ്കസിൻ്റെ ഫ്ലവറാണ്. ഹിബിസ്കസ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അല്ലേ? അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് അവരുടെ പ്രത്യേകത അല്ലേ? വാട്ട് ആർ ഫ്ലവേഴ്സ്? എന്താണ് ഫ്ലവേഴ്സ്? കാണാൻ ഭംഗിയുള്ളൊരു സാധനം, അത്രേ ഉള്ളോ? എന്താണ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ? ആൻജിയോസ്പേംസിൻ്റെ സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ഓർഗൻസ് ആണ് അല്ലേ? ആൻജിയോസ്പേംസിനെ സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഓർഗൻസ് ആണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ഇൻ ആൻജിയോസ്പേംസ് ആണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുന്നത്. ഈ ലെസണിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പഠിക്കും. ഓരോ സ്റ്റേജസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു ഈ ലെസണിൽ. നിങ്ങൾ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. റീപ്രൊഡക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? റീപ്രൊഡക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ചതാണ്. ഒന്ന് ഓർത്ത് നോക്കൂ പ്ലീസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ അല്ലേ? പിന്നെ ഫെർട്ടിലൈസേഷൻ, പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണല്ലോ. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഓർമ്മയുണ്ടോ ഇതൊക്കെ? എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് മുന്നേ ഉള്ള എല്ലാ പ്രോസസ്സുകളെയും കൂടെ ചേർത്തിട്ട് പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റായിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഇനി ആ സൈഗോട്ടിന് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്ട്സ് ആയിട്ട് എന്തൊക്കെ ഫോം ചെയ്തോ അതിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അതാണ് എല്ലാം കൂടി പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ വരുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷമുള്ള എല്ലാ പ്രോസസ്സുകളെയും കൂടെ ചേർത്തിട്ട് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? നമ്മളിതിൽ ആദ്യം ഏതായിരിക്കും പഠിക്കുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ആയിരിക്കൂലേ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റീപ്രൊഡക്ഷൻ പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്. പ്രീ ഫെർട്ടിലൈസേഷനെ 2 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തൂടെ? ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഗമിറ്റോജനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഗമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ചെയ്യാലോ എല്ലാവർക്കും. What is gametogenesis? Formation of gametes. Formation of gametes is called gametogenesis. Formation of gametes is called gametogenesis. 2 തരം ഗമീറ്റ്സ് ഫോം ചെയ്യില്ലേ? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും. അപ്പോൾ ഗമിറ്റോജനസിസ് തന്നെ 2 ടൈപ്പ് ഇല്ലേ? മെയിൽ ഗമിറ്റോജനസിസ്, ഫീമെയിൽ ഗമിറ്റോജനസിസും. സോ നമ്മൾ ഈ ലെസണിൽ ആദ്യം പഠിക്കുന്നത് ഗമിറ്റോജനസിസ് ആണ്. മെയിൽ ഗമിറ്റോജനസിസും ഫീമെയിൽ ഗമിറ്റോജനസിസുമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെയിൽ ഗമിറ്റോജനസിസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗമിറ്റോജനസിസ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം മെയിൽ ഗമിറ്റോജനസിസ് ആണ്. മെയിൽ ഗമിറ്റോജനസിസ്. അതിനു മുമ്പ് നമ്മളൊരു
ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പാർട്സിനെ ഒന്ന് പരിചയപ്പെടണ്ടേ? എല്ലാവർക്കും അറിയാവുന്ന പാർട്സ് തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. മറന്നു പോകാൻ ചാൻസ് കൂടുതലല്ലേ, കുറേ ദിവസമായില്ലേ നമ്മളിതൊക്കെ നോക്കിയിട്ട്. സോ ഇതാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് എന്ന് വിചാരിക്കുക അല്ലേ, വിചാരിക്കുക ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം. ഇതിന് കുറേ പാർട്സ് ഉണ്ടല്ലോ, കുറേ പാർട്സ് ഇല്ല, എത്ര പാർട്സ് ഉണ്ട്? ഒരു ഫ്ലവറിങ് പ്ലാന്റിന് എത്ര പാർട്സ് ഉണ്ട്? ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റിന് എത്ര പാർട്സ് ഉണ്ടായിരിക്കും? 4 പാർട്സ്. നമുക്ക് വെളിയിൽ നിന്ന് അകത്തേക്ക് നോക്കാം. വെളിയിൽ നിന്ന് അകത്തേക്ക്, വെളിയിൽ ആദ്യം നമ്മൾ കാണുന്നത് ആരെയാണ്? കാലിക്സിനെയാണ് അല്ലേ. അതായത് കാലിക്സിൻ്റെ യൂണിറ്റ്സ് ആയിട്ടുള്ള സെപ്പൽസ് ആണ് കാലിക്സ് എന്ന് ഞാൻ എഴുതുന്നു. അതിൻ്റെ ഉള്ളിൽ ആരാ? കൊറോള അല്ലേ, കളർഫുൾ ആയിട്ടുള്ള പാർട്ട് കൊറോള, കാലിക്സും കൊറോളയുമായി. ഇനി എന്താണ് കാലിക്സിൻ്റെ ഫംഗ്ഷൻ? നമുക്കറിയാം, ഒരു ഫ്ലവർ നമ്മൾ ആദ്യമേ ഒരു പ്ലാന്റിൽ ആദ്യമേ ഇങ്ങനെ പൂവ് വിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിനെ ബഡായിട്ടാണ് കാണുന്നത്. ബഡായിട്ട് കാണുമ്പോൾ മിക്കതും പച്ച നിറത്തിലായിരിക്കും ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നല്ല കളർഫുള്ളായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ആ ബഡായിരിക്കുന്ന സമയത്ത് ഫ്ലവറിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന പാർട്ടാണ് കാലിക്സ്. ആ പച്ച നിറത്തിലുള്ള കപ്പ്, അതാണ് കാലിക്സ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള പാർട്ടാണ് കൊറോള. കാലിക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദ ബഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇന്നർ പാർട്സ്. ഫ്ലവറിൻ്റെ ഇന്നർ പാർട്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കൊറോള ആണെങ്കിലോ പ്രൊട്ടക്ഷനും ഉണ്ട്, അതായത് ഉള്ളിലുള്ള പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഉണ്ട്. കളർഫുൾ ആയിട്ടുള്ളൊരു പാർട്ട് ആയതുകൊണ്ട് തന്നെ അട്രാക്ഷൻ മറ്റൊരു ഫങ്ഷനാണ്. ഫ്ലവറിൽ ഇൻസെക്ട്സ് ഒക്കെ അട്രാക്റ്റഡ് ആയിട്ട് വരണം, കാരണം പോളിനേഷനൊക്കെ നടക്കണമല്ലോ. സോ പ്രൊട്ടക്ഷൻ ആൻഡ് അട്രാക്ഷൻ ആണ് കൊറോളയുടെ ഫങ്ഷൻ. ഈ 2 പാർട്സും ഇല്ലെങ്കിലും ഫ്ലവറിൻ്റെ ഫങ്ഷൻസ് നടന്നോളും. കാലിക്സ് ആൻഡ് കൊറോള ഇല്ലെങ്കിലും, അതായത് വളരെ അത്യാവശ്യമൊന്നും അല്ല. ചില ഫ്ലവേഴ്സിൽ ഈ 2 പാർട്സും ഇല്ലാത്ത ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. സോ ഇവർ ഇല്ലെങ്കിലും റീപ്രൊഡക്ഷൻ നടക്കും എന്ന് മീനിങ്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പാർട്സിനെ നമ്മൾ നോൺ എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് എ ഫ്ലവർ എന്നാണ് പറയുന്നത്. വേണം, പക്ഷെ വളരെ അത്യാവശ്യമല്ല. നോൺ എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് എ ഫ്ലവർ ആണ് കാലിക്സ് ആൻഡ് കൊറോള. അടുത്ത പാർട്ട് ഏതാണ്? ഇന്നർ ടു കൊറോള. ആൻഡ്രീഷ്യം കാണാം അല്ലേ. ഇത് ഒരു സ്റ്റേമനാണ്. സ്റ്റേമൻ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആണല്ലോ. മൂന്നാമത്തെ പാർട്ട് സെക്ഷൽ പാർട്ടാണ്. ഒരു ഫ്ലവറിൻ്റെ സെക്ഷൽ പാർട്ടാണ്, മെയിൽ സെക്സ് ഓർഗനാണ് ആൻഡ്രീഷ്യം. ഒരു ഫ്ലവറിൻ്റെ മെയിൽ സെക്സ് ഓർഗനാണ് ആൻഡ്രീഷ്യം. 3rd ഫ്ലോറൽ വേളാണ് ആൻഡ്രീഷ്യം. അതിൻ്റെ യൂണിറ്റ്സിനെ സ്റ്റേമൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതാണൊരു സ്റ്റേമൻ അല്ലേ, ഇതാണൊരു സ്റ്റേമൻ. സ്റ്റേമിന് 2 പാർട്സ് ഇല്ലേ, മറന്നുപോയോ? സ്റ്റേമിന് 2 പാർട്സ് ഉണ്ട്. ഇത് പറയൂ, പേര് പറയൂ. ആന്തർ. ഈ നീളമുള്ള തണ്ട് ഫിലമെൻറ്റ് അല്ലേ, ഫിലമെൻറ്റും ആന്തറും. അങ്ങനെ 2 പാർട്സ് അല്ലേ സ്റ്റേമനുള്ളത്. സ്റ്റേമൻ വരുന്നത് ആരുടെ പാർട്ടായിട്ടാണ്? ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ആൻഡ്രീഷ്യമാണ് മെയിൽ സെക്സ് ഓർഗൻ അല്ലേ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ്രീഷ്യമാണ്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് സ്റ്റേമൻസ്. അപ്പോൾ ഇന്നമോസ്റ്റ് ആയിട്ട് കാണുന്ന സ്ട്രക്ചറാണ് ആര്? ഗൈനീഷ്യം അല്ലേ. ഗൈനീഷ്യം ഇന്നമോസ്റ്റ് സ്ട്രക്ചർ ഇൻ എ ഫ്ലവർ ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. 4th ഫ്ലോറൽ വേൾ ആണ്. 4th ഫ്ലോറൽ വേൾ അല്ലെങ്കിൽ ഇന്നമോസ്റ്റ് ഫ്ലോറൽ പാർട്ടാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചാലോ? 3 പാർട്സ് ഇല്ലേ ഗൈനീഷ്യത്തിന്? ഏതൊക്കെയാണ്? ബേസൽ സോളൻ പാർട്ട്, ഓവറി അല്ലേ, ഓവറി, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽ, ഇതിനെ സ്റ്റിഗ്മ എന്ന് വിളിക്കും. ശരിയാണല്ലോ. ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ, ഇത്രയും പാർട്സ് ഒരു ഗൈനീഷ്യത്തിനുണ്ടായിരിക്കും. ഗൈനീഷ്യത്തിൻ്റെ വേറെ പേര് മറന്നുപോയോ? ഗൈനീഷ്യം ഈസ് ഓൾസോ കോൾഡ് പിസ്റ്റിൽ. പിസ്റ്റിൽ ഗൈനീഷ്യത്തിൻ്റെ വേറെ പേരാണ് പിസ്റ്റിൽ. ഗൈനീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ യൂണിറ്റ്സിൻ്റെ പേരാണ് എന്താണ്? കാർപ്പൽസ്. കാർപ്പൽസ്. ഇപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ്സ് കാർപ്പൽസ്, ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ്സ്
സ്റ്റേമെൻസ്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഒരു ഫ്ലവറിൻ്റെ പാർട്സിനെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടു. കഴിഞ്ഞ വർഷം നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓർക്കുകയും ചെയ്തു അല്ലേ? ഫ്ലവറിൻ്റെ പാർട്സ് ഓഫ് എ ഫ്ലവർ. ഇനി ഇതിലാണ് നമ്മൾ മെയിൽ ഗെമിറ്റോജനസിസ് പഠിക്കുന്നത്. മെയിൽ ഗെമിറ്റോജനസിസ്. സോ മെയിൽ ഗെമിറ്റോജനസിസ് അല്ലേ? വാട്ട് ഈസ് ഗെമിറ്റോജനസിസ്? ഡിഫൈൻ ഗെമിറ്റോജനസിസ്. Formation of gametes. Formation of gametes is called gametogenesis. Formation of gametes is called gametogenesis. അപ്പോൾ എന്താണ് മെയിൽ ഗെമിറ്റോജനസിസ്? Formation of male gametes അല്ലേ? Formation of male gametes is called male gametogenesis. ഇതിൻ്റെ സൈറ്റ് എവിടെയാണ് നടക്കുന്നത്? മെയിൽ ഗെമിറ്റോജനസിസ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? ആന്തറിൽ. ആന്തറിലാണ് മെയിൽ ഗെമിറ്റോജനസിസ് നടക്കുന്നത്. വാട്ട് ഈസ് ആന്തർ? സ്റ്റേമെൻസിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? ഒരു സ്റ്റേമിന് 2 പാർട്സ് ഉണ്ടായിരിക്കും, ഫിലമെൻറ്റും ആന്തറും. ആന്തർ എന്ന് പറയുന്നത് ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ബൈലോബ്ഡ് സ്ട്രക്ചർ, 2 ലോബ്സ് ഉണ്ട്. ബൈലോബ്ഡ് സ്ട്രക്ചറാണ്, 2 ലോബ്സ് ഉണ്ട്. ഇതാ, അപ്പോൾ ഈ 2 ലോബ്സിനെയും ഓരോ ലോബിനെയും ഒരു തീക്ക എന്നാണ് പറയുന്നത്. ഇതാ, ഇതൊരു തീക്ക, അടുത്ത തീക്ക, 2 തീക്ക ഉണ്ട്. സോ ഒരു ആന്തറിനെ നമ്മൾ ഡൈതീക്കസ് എന്നും പറയും. ഡൈതീക്കസ് ആന്തറാണ്. ചില ഫ്ലവേഴ്സിൽ മോണോതീക്കസ് ആയിട്ടുള്ള ആന്തേഴ്സും ഉണ്ട്. നമുക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെമ്പരത്തിപ്പൂ ഒറ്റ തീക്ക ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അത് ചെക്ക് ചെയ്യാനുള്ളതാണ്. എന്തായാലും ഒരു തീക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. നോർമലി ടിപ്പിക്കലായിട്ടുള്ള ഫ്ലവേഴ്സിലെല്ലാം എന്താണ് ഡൈതീക്കസ് ആയിട്ടുള്ള ആന്തറാണ് ഉള്ളത്. 2 ലോബ്സ് ഉള്ള അല്ലെങ്കിൽ 2 തീക്ക ഉള്ള ഒരു സ്ട്രക്ചറാണ് ഡൈതീക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു തീക്കം സിംഗുലർ, തീക്ക പ്ലൂറൽ കേട്ടോ. ഈ ഓരോ ലോബിനും, ഈ ഓരോ തീക്കയ്ക്കും 2 ലോബുകളുണ്ട്. ദാ, ഇതൊരു ലോബ്, അടുത്ത ലോബ്, അടുത്ത തീക്കം അല്ലെങ്കിൽ അടുത്ത തീക്കയ്ക്ക് ദാ ഒരു ലോബ്, അടുത്ത ലോബ്. ശരിയാണല്ലോ? ഈ 2 തീക്കയും കണക്റ്റീവ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. കണക്റ്റീവ്. ഇതിനെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാലോ? ഈ ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാലോ? ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ദാ ഇങ്ങനെ ഒരു 4 ലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാം. ഒരു തീക്കയുടെ 2 ലോബ്സ്, അടുത്ത തീക്കയുടെ 2 ലോബ്സ്, അങ്ങനെ മൊത്തം 4 ലോബ്സ് ആയിട്ട് കാണാം. ക്ലിയർ ആണോ? ആൻഡ് ദാ ഇവിടെ നടുക്കായിട്ട് ഒരു ടിഷ്യൂ ഉണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കണക്റ്റീവിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഒരു ആന്തർ എന്ന് പറയുന്നത് 2 തീക്ക ഉള്ള മൊത്തത്തിൽ 4 ലോബ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. 2 തീക്കയും തമ്മിൽ അല്ലെങ്കിൽ 4 ലോബ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നടുക്കുള്ള ഒരു കണക്റ്റീവ് എന്ന് പറയുന്ന ഭാഗവുമാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ആന്തർ. ആന്തറിനകത്താണ് മൈക്രോസ്പോറോജനസിസ് നടക്കുന്നത്. ആന്തറിനകത്താണ് മൈക്രോസ്പോറോജനസിസ് നടക്കുന്നത്. എന്താണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ? മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മൈക്രോസ്പോർ പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ. മലയാളത്തിൽ നമ്മൾ പൂമ്പൊടി എന്ന് പറയും. പൂമ്പൊടി കേട്ടോ, പൂമ്പൊടിയാണ്. മൈക്രോസ്പോറിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് പറയുന്നത്. ആന്തറിനകത്താണ് ഇത് ഫോം ചെയ്യുന്നത്. പോളൻ ഗ്രെയിനിനെ മൈക്രോസ്പോർ എന്നും വിളിക്കും. പോളൻ ഗ്രെയിൻ ഈസ് ഓൾസോ കാൾഡ് മൈക്രോസ്പോർ. അങ്ങനെയാണെങ്കിൽ എന്താണ് മൈക്രോസ്പോറോജനസിസ്? ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ, ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ അല്ലേ? മൈക്രോസ്പോറിൻ്റെ അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിൻ്റെ ഫോർമേഷനെയാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ ഓർ മൈക്രോസ്പോർ ഇൻ ദ ആന്തർ. ആന്തറിലല്ലേ അത് ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ? മൈക്രോസ്പോറോജനസിസിൻ്റെ ആവശ്യം, മൈക്രോസ്പോറോജനസിസിൻ്റെ ഫലമായിട്ട് പോളൻ ഗ്രെയിൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ.
ഇതിൽ നിന്നാണ് പിന്നീട് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. മൈക്രോസ്പോറിൽ നിന്നാണ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിൽ നിന്നാണ് പിന്നീട് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും പോളൻ ഗ്രെയിൻസ് കണ്ടിട്ടുണ്ടോ? ഒരു പൂവിൻ്റെ ആന്തർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആന്തർ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം ചെറിയ ഡസ്റ്റ് പോലെ, ചെറിയ മഞ്ഞ നിറത്തിലുള്ള ചെറിയ ഡസ്റ്റ് പോലെ നമ്മുടെ വിരലിൽ പറ്റും. അതാണ് പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ഗ്രെയിൻസിൽ നിന്നാണ് പിന്നീട് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. സോ പോളൻ ഗ്രെയിനിനെ നമ്മൾ മൈക്രോസ്പോർ എന്ന് വിളിക്കും. പോളൻ ഗ്രെയിനിൻ്റെ അല്ലെങ്കിൽ മൈക്രോസ്പോറിൻ്റെ ഫോമേഷനെയാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. മെയിൽ ഗെമിറ്റോജനസിസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോസ്പോറോജനസിസ്. മെയിൽ ഗെമിറ്റോജനസിസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മൈക്രോസ്പോറോജനസിസ്. ഡിഫൈൻ മൈക്രോസ്പോറോജനസിസ്. വാട്ട് ഈസ് മൈക്രോസ്പോറോജനസിസ്? ദ ഫോമേഷൻ ഓഫ് മൈക്രോസ്പോർസ്. ഇതിൽ ഫോമേഷൻ ഓഫ് മൈക്രോസ്പോർ മാത്രമല്ല, ആന്തറിൻ്റെ ഡെവലപ്മെൻറ്റും കൂടെ ചേർത്തിട്ടാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് വിളിക്കുന്നത്. അതായത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോമേഷൻ ഓഫ് മൈക്രോസ്പോർ ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. അപ്പം നമുക്ക് മൈക്രോസ്പോറോജനസിസ് കറക്റ്റായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോമേഷൻ ഓഫ് മൈക്രോസ്പോർ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോമേഷൻ ഓഫ് microspore is called microsporogenesis. The development of anther up to the formation of microspore is called microsporogenesis. നമ്മൾ ആദ്യം ഒരു വർക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പേര് എഴുതാനായിട്ട്. പിന്നെ ഒരു വർക്ക് നോട്ട്ബുക്കിൽ എഴുതണം. ഡ്രോ ആൻഡ് ലേബൽ ദ സ്ട്രക്ചേഴ്സ് ഓഫ് എ ഫ്ലവർ. ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് എ ഫ്ലവർ. ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ആ ഫ്ലവർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലവറിനെ എടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു ഫ്ലവർ വരയ്ക്കാം. പക്ഷേ ആ 4 പാർട്സും ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. പാർട്സ് ഓഫ് എ ഫ്ലവർ അത് വരയ്ക്കാം. അടുത്തത് ഡെഫിനിഷൻ ഓഫ് മൈക്രോസ്പോർ അല്ലേ. അതായത് റീപ്രൊഡക്ഷനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ അടുത്ത സ്റ്റേജസ് ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിൽ ഗെമിറ്റോജനസിസ് ഹെഡിങ് എഴുതും അല്ലേ. മെയിൽ ഗെമിറ്റോജനസിസ് ഹെഡിങ് എഴുതി എന്നിട്ട് മൈക്രോസ്പോറോജനസിസ് ഡിഫൈൻ ചെയ്യുക. എന്താണ് മൈക്രോസ്പോറോജനസിസ്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് മൈക്രോസ്പോറോജനസിസ്? മൈക്രോസ്പോറോജനസിസ് എവിടെയാണ് നടക്കുന്നത്? ആന്തറിലാണ് അല്ലേ. മൈക്രോസ്പോറോജനസിസ് നടക്കുന്നത് ആന്തറിനകത്താണ്. ഇത് ഒരു ഫ്ലവർ ബഡ് ആണെന്ന് വിചാരിക്കാം. ഫ്ലവർ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. വരുന്നു. അതിൻ്റെ സ്റ്റോക്കാണ്. നിങ്ങൾക്ക് തലാമസ് ഒക്കെ അറിയാം. തലാമസിൻ്റെ സർഫസിൽ ഒരു റഫ് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ടാണ് ആന്തർ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു റഫ് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനൊരു സ്റ്റോക്കൊക്കെ വരും. പിന്നെ ഇറ്റ് അക്വയേഴ്സ് എ 4 ലോബ്ഡ് അപ്പിയറൻസ്. ഒരു 4 ലോബ്സ് ഉള്ള ഒരു അപ്പിയറൻസ് വരും. ആദ്യം ഒരു റഫ് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് വരും. പിന്നെ ഏകദേശം ഇതുപോലെ വരും. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു 4 ലോബ്ഡ് അപ്പിയറൻസ് അതിന് വരും. ആന്തറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. 4 ലോബ്സ് ഉണ്ടായിരിക്കും ഒരു ആന്തറിന് ക്രോസ് സെക്ഷനിൽ. ഇൻ ക്രോസ് സെക്ഷൻ എ മെച്യൂർ ആന്തർ ഇസ് എ 4 ലോബ്ഡ് സ്ട്രക്ചർ. ഇൻ ക്രോസ് സെക്ഷൻ എ മെച്യൂർ ആന്തർ ഇസ് എ 4 ലോബ്ഡ് സ്ട്രക്ചർ. മെച്യൂർ ആന്തറിൻ്റെ ആ 4 ലോബ്സിനെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. 1 2 3 4 ലോബ്സ്. ഇതിൽ ഓരോ ലോബിനെയും നമ്മൾ ഒരു മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. ഈച്ച് ലോബ് ഇൻ ദ ആന്തർ ഈസ് കോൾഡ് എ മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ ലോബിനെയും ഒരു മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയം എന്തായിരിക്കും? ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തായിരിക്കും മൈക്രോസ്പൊറാഞ്ചിയം? മൈക്രോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് മൈക്രോസ്പൊറാഞ്ചിയം. സോ
A mature anther is a four-lobed structure. Each lobe contains a microsporangium. Each lobe contains a microsporangium. ഇതാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയം. ഇത് അടുത്ത മൈക്രോസ്പൊറാഞ്ചിയം, അടുത്ത മൈക്രോസ്പൊറാഞ്ചിയം, അടുത്ത മൈക്രോസ്പൊറാഞ്ചിയം. അങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടായിരിക്കും. ഓരോ ലോബിനകത്തും ഓരോ മൈക്രോസ്പൊറാഞ്ചിയം. അങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ 4 സ്പൊറാഞ്ചിയം ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കും. ടെട്രാസ്പൊറാഞ്ചിയേറ്റ്, ടെട്രാ മീൻസ് 4 അല്ലേ? 4 സ്പൊറാഞ്ചിയം ഉള്ള സ്ട്രക്ചർ. സോ ആന്തർ ഈസ് എ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ആന്തർ ഈസ് എ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രക്ചർ. ഇനി ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും, ഇതൊരു മൈക്രോസ്പൊറാഞ്ചിയമാണല്ലോ, ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുണ്ടാകും. ഒന്നോ അതിലധികമോ ഉണ്ടാകാം. ഒരുപാടെണ്ണം ഉണ്ടാവില്ല, 1 or 2 ഒക്കെ സെൽസ് ഉണ്ടാകും. ഇപ്പോൾ ഞാനൊരു 2 cells പറയാണ്, 2 or 3 cells അല്ലേ? 2 or 3 cells. ഈ സെൽസിനെ, ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ സ്പോറോജീനസ് സെൽസ് എന്ന് വിളിക്കും. സ്പോറോജീനസ് സെൽസ്. സോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് എന്തുണ്ടായത്? സ്പോറോജീനസ് സെൽസ്. സ്പോറോജീനസ് സെൽസ്. ഒന്നുകൂടെ പറയട്ടെ. ആന്തർ ഈസ് എ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രക്ചർ. It is a four-lobed structure. Each lobe contains a microsporangium. Inside the microsporangium, some cells differentiate. Some specialized cells are present. They are called as sporogenous cells. Inside the microsporangium, some special cells called sporogenous cells are present. ഈ സ്പോറോജീനസ് സെൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഇവർ മൈറ്റോസിസ് ചെയ്യും. മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യും. ഇവർ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇവർ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കുറേ സെൽസ് ആയിട്ട് മാറും. സ്പോറോജീനസ് സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കുറേ സെൽസ് ആയിട്ട് മാറും. അപ്പം പിന്നെ നമ്മൾ കുറേ സെൽസ് എന്ന് പറയില്ല, പിന്നെ എന്താ പറയും? ടിഷ്യൂ എന്ന് പറയും. അതായത് സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് സെൽസ് ഡിവൈഡ് ചെയ്ത് സ്പോറോജീനസ് ടിഷ്യൂ ആയി. സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് സെൽസ് ഡിവൈഡ് ചെയ്ത് സ്പോറോജീനസ് ടിഷ്യൂ ആയി. ക്ലിയർ ആണോ? ആന്തർ 4 ലോബ്സ്. ഓരോ ലോബിനകത്തും ഒരു മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ചില സ്പെഷ്യൽ സെൽസ് കോൾഡ് സ്പോറോജീനസ് സെൽസ്. സ്പോറോജീനസ് സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നു. ഈ ഓരോ സ്പോറോജീനസ് ടിഷ്യൂവും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ്, അതിനകത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണുള്ളത്. ഓരോ സ്പോറോജീനസ് സെൽസിനകത്തും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണുള്ളത്. ഒന്നുകൂടെ പറയാം, ഓരോ സ്പോറോജീനസ് സെല്ലിലും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോറോജീനസ് ടിഷ്യൂ അല്ലേ? സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മദർ സെല്ലാണ്. ഓരോ സെല്ലും ഡിപ്ലോയിഡ് ആയിട്ടുള്ള മദർ സെൽസ് ആണ്. ഇവരെ നമ്മൾ വിളിക്കുന്നത് മൈക്രോസ്പോർ മദർ സെൽ എന്നാണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെൽസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ഓരോ സ്പൊറാഞ്ചിയത്തിനകത്തുള്ള ആ ഡിപ്ലോയിഡ് ആയിട്ട് ഒരു മാസ് ഓഫ് സെൽസ്, സ്പോറോജീനസ് ടിഷ്യൂ ഇല്ലേ, അതിലുള്ള ഓരോ സെല്ലും, സ്പോറോജീനസ് ടിഷ്യൂവിനകത്തുള്ള ഓരോ സെല്ലും ഒരു ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെല്ലാണ്. സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള അല്ലേ, സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും ഒരു ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഞാൻ MMC എന്ന് എഴുതിയിരിക്കുന്നത് മൈക്രോസ്പോർ മദർ സെൽ എന്നാണ്. മൈക്രോസ്പോർ മദർ സെൽ, അതായത് അവർ ഡിവൈഡ് ചെയ്താണ് മൈക്രോസ്പോർ ഉണ്ടാക്കുന്നത്. മൈക്രോസ്പോർ മദർ സെൽ. ഈ മദർ സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? മൈക്രോസ്പോർസ് ഉണ്ടാകും, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന് കേട്ടു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്. ഇവരുടെ ഡിവിഷനാണ്, ഈ മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ ഡിവിഷനാണ്. അവർ ഡിവൈഡ് ചെയ്ത്, ഇതിപ്പോൾ ഒരു മൈക്രോസ്പോർ മദർ സെല്ലാണെന്ന് വിചാരിക്കുക. ഇതിൽ മൊത്തത്തിലുണ്ടേ, ഇതിൽ ഫുള്ളായിട്ടും മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്, ഈ ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് ഒരൊറ്റ സെല്ലിനെ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഡിവൈഡ്സ് ബൈ മിയോസിസ്. മൈക്രോസ്പോർ മദർ സെല്ല് മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മിയോസൈറ്റുകളാണ് അവർ.
ഡിപ്ലോയിഡ് ആയിട്ടുള്ള മിയോസൈറ്റുകൾ ഇവർ മിയോസിസ് ചെയ്യുകയും 4 സെൽസ് ആയിട്ട് മാറുകയും ചെയ്യും. 4 ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും ഓരോ MMCയും കേട്ടോ, ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. ഇതിനകത്തുള്ള ഈ ടിഷ്യൂലുള്ള ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? അവർ ഓരോരുത്തരും 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസിനെ വീതം പ്രൊഡ്യൂസ് ചെയ്യും. ഇതിപ്പം 4 സെൽസ് ഒരുമിച്ചല്ലേ ഇരിക്കുന്നേ, 4 സെൽസും ആദ്യം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? പോളൻ ടെട്രാഡ്. മൈക്രോസ്പോറിനെ നമ്മൾ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുമല്ലോ, 4 എണ്ണം ഉള്ളതുകൊണ്ട് ടെട്രാഡ്. അപ്പോൾ മൈക്രോസ്പോർ ടെട്രാഡ് ഓർ പോളൻ ടെട്രാഡ് എന്ന് വിളിക്കും, 4ഉം ഒരുമിച്ചിരിക്കുമ്പോൾ. എന്നിട്ട് ഇതിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും, ആവശ്യത്തിന് നറിഷ്മെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇവർ 4 പേരും സെപ്പറേറ്റ് ആയിട്ട് മാറും, സെപ്പറേറ്റ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഇപ്പോഴേ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുകയുള്ളൂ? മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കുകയുള്ളൂ. ഇനി ഇവരെ ഡിപ്ലോയിഡ് ആയിരുന്നല്ലോ. ആര് ഡിപ്ലോയിഡ് ആയിരുന്നു? മൈക്രോസ്പോർ മദർ സെൽസ് ഡിപ്ലോയിഡ് ആയിരുന്നു അല്ലേ? മൈക്രോസ്പോർ മദർ സെൽസ് ഡിപ്ലോയിഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? മിയോട്ടിക് ഡിവിഷൻ വഴിയല്ലേ ഉണ്ടായത്, മിയോസിസ് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായത്. അതുകൊണ്ട് ഇവരുടെ പ്ലോയിഡി എന്തായിരിക്കും? ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറിയില്ലേ? പകുതിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവർ ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡാണ് അവർ. മൈക്രോസ്പോർ ടെട്രാഡിലുള്ള ഓരോ സെല്ലും എന്താണ്? ഹാപ്ലോയിഡാണ്. അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിലുള്ള പോളൻ ഗ്രെയിൻസ് ഓരോന്നും ഹാപ്ലോയിഡാണ്. ക്ലിയർ ആണോ പറയുന്നത്? സോ ഈ മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ പോളൻ ടെട്രാഡ് ഇതിനുള്ളിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് നറിഷ്മെൻറ്റ് കിട്ടും, ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തതിന് ശേഷം അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൈക്രോസ്പോർസ് ആയിട്ട് അങ്ങ് മാറും. ഇൻഡിവിജ്വൽ മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ മൈക്രോസ്പോറോജെനസിസ് പഠിച്ചില്ലേടെ? മൈക്രോസ്പോർസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിച്ചില്ലേ? എങ്ങനെയാണ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത്? ആന്തറിൽ ഓരോ ലോബും, ഓരോ ലോബിന് 4 ലോബ്സ് ഉണ്ട്. ഓരോ ലോബിനകത്തും ഒരു മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും സ്പെഷ്യൽ സെൽസ് ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പെഷ്യൽ സെൽസിൻ്റെ പേരാണ് സ്പോറോജിനസ് സെൽസ്. അണ്ടർഗോ മൈറ്റോസിസ് ടു ഫോം ലാർജ് നമ്പർ ഓഫ് സ്പോറോജിനസ് ടിഷ്യൂ. സ്പോറോജിനസ് ടിഷ്യൂലുള്ള ഓരോ സെല്ലും ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു ആണല്ലോ. ദേ അണ്ടർഗോ മിയോസിസ് ടു ഫോം ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ്. ആദ്യം 4ഉം ഒരുമിച്ചിരിക്കും അല്ലേ? 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആണ് ഉണ്ടാകുന്നത്. ആദ്യം 4ഉം ഒരുമിച്ചിരിക്കും. അപ്പോൾ അവരെ നമ്മൾ പോളൻ ടെട്രാഡെന്നോ മൈക്രോസ്പോർ ടെട്രാഡെന്നോ വിളിക്കും. ദെൻ ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ് പോളൻ ഗ്രെയിൻസ്. ക്ലിയർ ആണോ? ഇതാണ് മൈക്രോസ്പോറോജെനസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ മൈക്രോസ്പോറോജെനസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ആണ് മൈക്രോസ്പോറോജെനസിസ്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ വർഷം നമ്മൾ പഠിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്, മൈക്രോസ്പോറോജെനസിസ്. ആൻഡ് ഇതിനെ നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. മൈക്രോസ്പോറോജെനസിസിനെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ ആദ്യം ആന്തർ അല്ലേ? ആന്തർ കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം അല്ലേടെ? മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറോജീനസ് സെൽസ്. സ്പോറോജീനസ് സെൽസ് അവർ മൈറ്റോസിസ് ചെയ്യും അല്ലേ? സ്പോറോജീനസ് സെൽസ് മൈറ്റോസിസ് ചെയ്യും. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് സെൽസ് വരും. അപ്പോൾ അതിനെ നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കും. സ്പോറോജീനസ് ടിഷ്യൂലുള്ള ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെൽസ് ആണ് അല്ലേ? ഡിപ്ലോയിഡ് മദർ സെൽസ് ആണ്. അല്ലെങ്കിൽ നമുക്കിതിന് സെപ്പറേറ്റ് എഴുതാം. MMC മൈക്രോസ്പോർ മദർ സെല്ലാണ്. ശ്രദ്ധിക്കുക, ഡിപ്ലോയിഡ് ആണ്. ദേ അണ്ടർഗോ മിയോസിസ് ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ് അല്ലേ? മൈക്രോസ്പോർ ടെട്രാഡ്. മൈക്രോസ്പോർ ടെട്രാഡ് അതിലുള്ള ഓരോ സെല്ലും നറിഷ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് സെൽസ് ആയി കഴിയുമ്പം എന്താകും? മൈക്രോസ്പോർസ്. ക്ലിയർ ആണോ? അവർ ഹാപ്ലോയിഡ് ആണ്. മൈക്രോസ്പോർസ് ഹാപ്ലോയിഡ് ആണ്. ഇതിലുള്ള ഓരോ സെല്ലും ഹാപ്ലോയിഡ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്?
ഇതാണ് മൈക്രോസ്പോറോജനസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ആന്തർ, അതിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം, അതിനകത്ത് സ്പോറോജനസ് സെൽസ്, അത് സ്പോറോജനസ് ടിഷ്യൂ ആയിട്ട് മാറും. അതിലുള്ള ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്യും. എന്നിട്ട് അവർ ഡിപ്ലോയിഡ് ആണ്. ദി അണ്ടർഗോ മിയോസിസ് ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്ന് പിന്നെ മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ക്ലിയർ ആണോ? ഇതാണ് മൈക്രോസ്പോറോജനസിസ്. വാട്ട് ഈസ് മൈക്രോസ്പോറോജനസിസ്? ദ ഡെവലപ്മെന്റ് ഓഫ് ആന്തർ അപ് ടു ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഫ്ലോ ചാർട്ട് എല്ലാവരും എഴുതിയെടുക്കണം. എല്ലാവരും ഫ്ലോ ചാർട്ട് എഴുതിയെടുക്കുക. മൈക്രോസ്പോറോജനസിൻ്റെ ഫ്ലോ ചാർട്ട് എല്ലാവരും എഴുതിയെടുക്കണം. ഈ പാർട്സ് ഓക്കെ ആണോ?